എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. നേരത്തെ വിഷ്ണു അവിടെ ചർച്ച തുടരുന്നു എന്നായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ മന്ത്രി അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ടോ? എന്താണ് അതിലൊരു ക്ലാരിറ്റി വരുത്താം? ജിതേന്ദ്ര സിംഗ് ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അനൌദ്യോഗിക തലത്തിലുള്ള മറ്റ് ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഏതാണ്ട് അരമണിക്കൂറോളം രാഹുൽ ഗാന്ധിയുമായൊക്കെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സൂചന നൽകുകയാണ് ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് മന്ത്രി ഇവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ മന്ത്രിക്ക് ഇതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരിക്കാം. ഈ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് സമരക്കാർക്ക് ജിതേന്ദ്ര സിംഗ് നൽകിയിരുന്നില്ല. അദ്ദേഹം ഇവിടം വിട്ടുപോയിട്ടുണ്ട്. ഇനി സർക്കാരിന്റെ ഉന്നതങ്ങളിൽ എന്ത് ആശയവിനിമയമാണ് നടക്കുന്നതെന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും സർക്കാരിന്റെ ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാൻ വേണ്ടി സാധ്യതയുള്ളൂ. നിലവിൽ ഈ ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയിലെ ഏറ്റവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള അല്ലെങ്കിൽ സുരക്ഷാ വിന്യാസമുള്ള ഒരു മേഖലയാണ്. കാരണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന എംപിമാർ ഇരിക്കുന്ന ഇതിന്റെ തൊട്ട് പിന്നിലുള്ള ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗേറ്റിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രവേശിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന വഴി. അത്രത്തോളം നിർണായകമായ സ്ഥലമാണ്. ഈ മേഖലയിൽ സാധാരണഗതിയിൽ ഒരു വണ്ടി ഒന്ന് നിർത്താൻ പോലും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുവദിക്കില്ല. കാരണം അത്രത്തോളം സുരക്ഷാ വിന്യാസം അല്ലെങ്കിൽ സുരക്ഷാ സെൻസിറ്റീവായ മേഖലയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, എംപിമാർ, മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരൊക്കെ ഈ സത്യാഗ്രഹ സമരം നടത്തുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതീവ രഹസ്യമായിട്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ ഓപ്പറേഷൻ. കാരണം ഈ വി.ഡി. സതീശനെയും അതുപോലെ തന്നെ DK ശിവകുമാറിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഈ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനെന്നുള്ള ഒരു അറിയിപ്പ് മാത്രമായിരുന്നു ഈ രണ്ട് മുഖ്യമന്ത്രിമാർക്കും ഉണ്ടായിരുന്നത്. ശിവകുമാർ ഉൾപ്പെടെ ഇന്ന് എത്തിയതിനു ശേഷമാണ്, ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ അതിശക്തമായ ഈ പ്രതിഷേധ സമരം ഇപ്പോൾ അവർ ഭാഗമാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സമരം ഇപ്പോഴും തുടരുകയാണ്. സമയം വൈകുന്നുണ്ട്, പക്ഷെ സമരം തുടരുകയാണ്. തീർച്ചയായിട്ടും സമരം തുടരുകയാണ്. സമയം മുന്നോട്ട് പോകുന്നു, മണിക്കൂറുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമരം അതിശക്തമായി തന്നെ അവരവിടെ സമരവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. പോലീസ് അവരെ വളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണത്തിന് പോലും സാധ്യത, ഒരു സാഹചര്യം സൃഷ്ടിക്കാത്ത തരത്തിൽ പോലീസ് വലയത്തിലാണ് ഇപ്പോൾ നേതാക്കളാകുകയും ഉള്ളതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ കുത്തിയിരിഞ്ഞ് പ്രതിഷേധിക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെയും. എന്തായാലും രാജിയാണ് ഇവരുടെ ആവശ്യം. എങ്ങനെ ഇതിനോട് കേന്ദ്രം സമീപിക്കുമെന്നുള്ളതാണ്. മന്ത്രി ജിതേന്ദ്ര സിംഗ് നേരത്തെ എത്തി മടങ്ങിയിരുന്നു. മറ്റെന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ സമാന്തരമായി എന്നുള്ളതാണ് ഇനി സ്വാഭാവികമായിട്ടും അറിയേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. നേരത്തെ ബാലു വിഷ്ണുവൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രമാത്രം സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരിടത്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇത് എത്ര നേരം ഇങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നതാണ്. ബാലു തുടരുന്നുണ്ട്. ബാലു, സ്വാഭാവികമായിട്ട് അങ്ങനെയുണ്ടല്ലോ, അതായത് എത്ര നേരം അങ്ങനൊരു സ്ഥലത്ത് അത്രയും സുരക്ഷാ വിന്യാസമുള്ള, സുരക്ഷ വേണ്ടുന്ന ഒരിടത്ത് ഇങ്ങനെ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ളത്? തീർച്ചയായും അതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി ഡൽഹിയിലുണ്ട്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് നിലവിലുള്ളത്. സ്വാഭാവികമായും പ്രധാനമന്ത്രിക്ക് രാത്രിയെങ്കിലും ഇങ്ങോട്ടേക്ക് വരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമരം എന്തായാലും അനിശ്ചിത കാലത്തേക്ക് ഈ മേഖലയിൽ ഇങ്ങനെ ഇരിക്കാൻ ഒരു കാരണവശാലും പോലീസ് അനുവദിക്കില്ല. പക്ഷേ എന്റെയൊക്കെ ഒരു മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സമരം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഇത്രയും സെൻസിറ്റീവ്, സാധാരണ ചിലപ്പോഴൊക്കെ ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്ത് ഒന്നോ രണ്ടോ പേരൊക്കെ ഈ പ്രകടനമൊക്കെ നടത്താറുണ്ടായിരുന്നു. അതൊക്കെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് അവരെ നീക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ അതൊന്നുമല്ല നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. 2 മണിക്കൂറോളമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ മുതിർന്ന എംപിമാർ ഇവരൊക്കെ അവിടെ കുത്തിയിരുന്ന് സമരം നടത്തിയാണ്. അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ വസതി ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.